സാർ, ഇടുക്കി ജില്ലയുടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി LDF സർക്കാരിലൂടെ യാഥാർത്ഥ്യമാകുകയാണ് സാർ. സാർ, റോഡ് വികസനത്തിലൂടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും തുരങ്കപാത നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം വിസ്മയകരമാണ് സാർ. സാർ, ഇടുക്കി ജില്ലയിൽ നമ്മളതിൻ്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ സഞ്ചരിക്കുന്നവർക്കറിയാം, ഇനി അവിടെ പോകാത്തവർക്കാണെങ്കിൽ അത് ആളുകൾ തന്നെ, ജനങ്ങൾ തന്നെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ നിരന്തരം അവിടെ പോകുന്നതുമാണല്ലോ സാർ. സാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, ഇത്തരത്തിലുള്ള തുരങ്കപാത നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. സാർ, സംസ്ഥാന സർക്കാർ ഈ തുരങ്കപാത നിർമ്മിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് സാർ. അത് കട്ടപ്പന തേനി തുരങ്കപാതയുടെ നിർമ്മാണം സംബന്ധിച്ചാണ്. അതിൻ്റെ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കട്ടപ്പന മുതൽ തേനി വരെ 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സാർ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ ഒരു തുരങ്കപാതയിലൂടെ ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒന്ന് മണ്ണിടിഞ്ഞാൽ, ഒരു ശക്തമായ മഴ പെയ്താൽ യാത്ര തടസ്സപ്പെട്ടു പോകുന്ന വയനാട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് സാർ ഇങ്ങനെ തുരങ്കപാത എന്നുള്ളത് നമ്മൾ നേരത്തെ ഇതിനോടകം ഇത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങളത് 2 കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സാർ. അതുപോലെ തന്നെയാണ് സാർ ഇതുപോലെ മുതൽ തേനി വരെയുള്ള 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ഇത് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് കോഴിക്കോട് തുരങ്കപാത എതിർത്തതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി എതിർക്കുന്നുണ്ടോ സാർ? സാർ, അത് സാർ, ഇത് കേരളം ഇത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.